വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി യുനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ബിയദിക അല്ലത ഹീലതി യദ്രികനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മൾ 5 സമയത്തും നമ്മൾ പള്ളിയിൽ നിന്ന് കേൾക്കുന്ന ബാങ്ക്, നമ്മൾ എത്രത്തോളം അതിൻ്റെ ആ ഒരു മഹത്വവും അതിൽ നമുക്ക് കിട്ടേണ്ട സുന്നത്തുകളും നാം എത്രത്തോളം അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിങ്ങനെ ചിന്തിക്കുന്നത് നല്ലതാണ്. യഥാർത്ഥത്തിൽ ബാങ്ക് കൊടുക്കുക നല്ല പുണ്യമുള്ള കാര്യമാണ്. മുസ്ലിം നമ്മൾ പറഞ്ഞു, ലൗ യഅലമുന്നാസു മാ ഫി നിദാ വസ്സഫിൽ അവൽ. ബാങ്ക് വിളിക്കുന്നതിനും ഒന്നാം സഫിൽ നിസ്കാരത്തിൽ നിൽക്കുന്നതിനും അതിലുള്ള കൂലി മനുഷ്യന്മാരറിയുകയാണെങ്കിൽ, പുരുഷന്മാരറിയുകയാണെങ്കിൽ സ്തഹമു അലൈ, അവർ മത്സരിച്ച് നറുക്കെടുപ്പ് നടത്തിയിട്ട് അതിനു വേണ്ടി വരും. അത്രത്തോളം കൂലിയുണ്ടതാണ്. റസൂല പറഞ്ഞു, മൻ അസ്സന സബഅ സിനീന മുഹ്തസിബൻ, 7 കൊല്ലം ഒരാൾ ബാങ്ക് വിളിച്ചു. മുഹ്തസിബൻ എന്ന് പറഞ്ഞാൽ കൂലി ആഗ്രഹിച്ചിട്ട്, അള്ളാഹുവിൽ നിന്നും കൂലി ആഗ്രഹിച്ചിട്ട് 7 കൊല്ലം ഒരാൾ ബാങ്ക് വിളിച്ചാൽ കതബല്ലാഹു ലഹു ബറാഅത്തുൻ മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനം അള്ളാഹു തആല മനുഷ്യനെ എഴുതുന്നതാണ്. അതുപോലെ വേറെ ഹദീസിൽ പറയുന്നത്, മൻ അസ്സന ഖംസ സലവാത്തിൻ, 5 നിസ്കാരങ്ങൾക്ക് ഒരാൾ ബാങ്ക് വിളിച്ചു, ഈമാനം വഹ്തിസാബ, കൂലി ആഗ്രഹിച്ചിട്ടും വിശ്വാസത്തോടെയും, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അതിൻ്റെ മുൻകഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു. എന്താണ് ഇതിൻ്റെ ഈ ഹദീസുകൾ എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം, ബാങ്ക് കൊടുക്കുമ്പോൾ അതുപോലെ പറയ സുന്നത്താണ്. പക്ഷെ ഹയ്യാലസ്വലായിൽ അല്ല, ഹയ്യാലസ്വല ഹയ്യാലൽ ഫല എന്നതിൽ ഒഴികെ. ബാങ്ക് വിളിക്കുമ്പോൾ മറ്റുള്ള കലിമത്തുകൾ പറയുമ്പോൾ അതുപോലെ തന്നെ കേൾക്കുന്നവരും പറയണം. അത് ബാത്റൂമിലൊന്നും ആണെങ്കിൽ പറയണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സമയത്തും നിദാ ഫഖൂലു മിസ്ല മാ യഖൂലുൽ മുഅദ്ദിൻ, നിങ്ങൾ ബാങ്ക് കേൾക്കുന്ന കേട്ടാൽ മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങൾ പറഞ്ഞോളി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ ബാങ്ക് ആ ഹയ്യാലസ്സല പറയുമ്പോൾ, ഹയ്യാലിൽ ഫല പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളതാണ് ചൊല്ലേണ്ടത്. അതിൻ്റെ ഒരു കൂലി എത്രയാണെന്നറിയോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലാകുമ്പോൾ ഞാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതദരി മാ തഫ്സീറു, അതിൻ്റെ വിശദീകരണം നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹൗല അൻ മഅസിയത്തില്ലാഹി ഇല്ലാ ബി ഇസ്മത്തില്ലാ, അള്ളാഹിൻ്റെ കാവൽ കൊണ്ടല്ലാതെ അള്ളാഹുവിന് എതിര് ചെയ്യലിനെ തൊട്ട് ഉള്ള ഒരു യുക്തിയില്ല. വലാ ഖുവത അലാ തഅത്തില്ലാഹി ഇല്ലാ ബി ഔനില്ലാ, അള്ളാഹിൻ്റെ സഹായം കൊണ്ടല്ലാതെ അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ മേൽ ശക്തിയുമില്ല. ഇത് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൊണ്ട് എൻ്റെ ചുമലിൽ കൊട്ടി. എന്നിട്ട് പറഞ്ഞു, ഹാക്കദാ അഖ്ബറനി ജിബ്രീൽ അലൈഹിസ്സലാം, ഇങ്ങനെയാണ് എനിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു തന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. ഹയ്യാലസ്സല ഹയ്യാൽ ഫല പറയുമ്പോൾ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ദാലിക മുഖ്ലിസൻ മിൻ ഖൽബി, മനസ്സറിഞ്ഞുകൊണ്ട് ഒരാൾ അങ്ങനെ പറഞ്ഞാൽ ദഖൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. വേറൊരു ഹദീസിൽ പറയുന്നത്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ കൻസും മിൻ കുനൂസില്ല, അള്ളാഹുവിൻ്റെ നിധികളിൽപ്പെട്ട, സ്വർഗത്തിൻ്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് എന്ന് പറഞ്ഞാൽ അത് ചൊല്ലിയാൽ സ്വർഗത്തിൽ പോകും. അപ്പോൾ ഇതാണ് ബാങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി സുബൈക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ അസ്വലാത്തു ഖൈറും മിനൻ നൗം പറയും. അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? സ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം?
ഉറക്കിനേക്കാൾ നല്ല നിസ്കാരമാണ്. ഹയ്യാലസ്വല ഹയ്യാൽ ഫല എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലേക്ക് വരൂ, ഹയ്യാൽ ഫല വിജയത്തിലേക്ക് വരൂ അല്ലേ. അപ്പം നമ്മൾ പറയുന്ന ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അള്ളാഹുവേ നീ തന്ന ശക്തിയോ നീ തന്ന യുക്തിയോ കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് വരാൻ കഴിയുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വരാൻ കഴിയൂല. നിൻ്റെ ശക്തിയോ നിൻ്റെ യുക്തിയില്ലാതെ ഞങ്ങൾക്ക് വരാൻ കഴിയൂല റബ്ബേ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം എന്ന് പറയുമ്പോൾ സ്വദഖ്ത വബർത എന്ന് പറയണം എന്നാണ് മഹാന്മാർ പഠിപ്പിച്ചത്. സ്വദഖ്ത വബർത എന്ന് പറയണം എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അത്രയും ബാങ്ക് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട ഒരു പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. മാത്രമല്ല ബാങ്ക് കഴിഞ്ഞാൽ നമ്മൾ ദുആ നിർവഹിക്കണം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ എന്നുള്ള ദുആ ഒരാൾ ചൊല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ എനിക്ക് വേണ്ടി വസീല ഫളീല ചോദിച്ചാൽ അത് അല്ലാഹു തആല എനിക്ക് തരും. അതുകൊണ്ട് എൻ്റെ ഗുണം നിങ്ങൾക്കാണ്, അതിൻ്റെ ആ മെച്ചം നിങ്ങൾക്കാണ്. എനിക്കൊരാൾ വസീലയും ഫളീലയും ചോദിച്ചാൽ അത് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് നിങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടും. ഇദാ സമയത്തുൽ മുഅദ്ദിൻ ഫഖൂലു മിസ്ല മാ യഖൂൽ സുമ്മ സല്ലു അലയ്യ ഫഇന്നഹു മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശർ. നിങ്ങൾ ബാങ്ക് കഴിഞ്ഞാൽ, ബാങ്ക് കൊടുക്കുമ്പോൾ അതുപോലെ പറയണം, ബാങ്ക് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ 10 സ്വലാത്തായിട്ടാണ് അള്ളാഹു രേഖപ്പെടുത്തുക. മാത്രമല്ല ബാങ്കിൻ്റെ ശേഷം ഒരാൾ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ എന്ന് പറയുന്ന റസൂലുള്ളാഹിൻ്റെ ശഫാഅത്ത് ചോദിച്ചാൽ മൻ ഖാല ദാലിക ഹീന യസ്മഉ നിദാ ഹല്ലത്ത് ലഹു ശഫാഅത്തി യൗമിൽ ഖിയാമ, അന്ത്യനാളിൽ എൻ്റെ ശഫാഅത്ത് അവനിക്ക് കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അസാ യബ്അസക റബ്ബുക മഖാമ മഹ്മൂദ എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. റസൂലുള്ളാഹിക്കൊരു മഖാമു മഹ്മൂദ് അല്ലാഹു തആല അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാമത്തിൽ എന്താ ചൊല്ലേണ്ടത്? ഇക്കാമത്തിൽ ഖദ് ഖാമത്തിസ് സലാ എന്ന് പറയുമ്പോൾ മാത്രമേ ഇക്കാമത്തിൽ കേൾക്കുന്നവർക്ക് ചൊല്ലാനുള്ള അവസരമുള്ളൂ. ഇതാണ് ഫിഖിൻ്റെ പ്രധാനപ്പെട്ട അഭിപ്രായം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖാമത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ പറയണം മഖാമ അല്ലാഹു അദാമഹ മാ ദാമത്തിസ് സമാവാതു വൽ അർദ് എന്ന് പറയണം. വേറൊരു റിപ്പോർട്ടിൽ പറയുന്ന അല്ലാഹുമ്മ അഖിംഹ വ അദിംഹ വജ്അൽനി മിൻ സാലിഹി അഅ്മാലിഹ. ഇതല്ലാത്ത ഒന്ന് ഇഖാമത്ത് കൊടുക്കുമ്പോൾ ചൊല്ലൽ സുന്നത്തില്ല എന്നുള്ളതാണ് കിതാബിൽ പറയുന്നത്, നിർബന്ധമില്ല. അപ്പോൾ മാത്രമല്ല ബാങ്ക് കൊടുത്തിട്ട് ഇതൊക്കെ നമ്മൾ ചൊല്ലുമ്പോൾ ദുആക്ക് ഉത്തരം കിട്ടുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ അദ്ദുആഉ ലാ യുറദ്ദു ബൈനൽ അദാനി വൽ ഇഖാമ, ഇഖാമത്തിൻ്റെയും ബാങ്കിൻ്റെയും ഇടയിലുള്ള നിങ്ങളുടെ ദുആ തട്ടിക്കളയുകയില്ല. ഫദ്ഉ, അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ വലിയ ഉപകാരമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.